ഗായ്സേ ഓടിക്കോ ഓടിക്കോ മഴ പോയതാണ് ശിവന്റെ അടുത്ത് ബർത്ത്ഡേ നോക്കി നല്ല നനഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്യാമറ മുഴുവൻ നനഞ്ഞു, അതിന് ഫീലില്ല. മുഴുവൻ നനഞ്ഞ അമ്മച്ചി, ഞങ്ങൾ മുഴുവൻ നനഞ്ഞ അമ്മച്ചി. ആ മഴ വരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്തേ മണിച്ചോളം. എന്താ സാധനം മുഴുവൻ നനഞ്ഞില്ലേ? കണ്ടോ, ഞങ്ങളെ ഇത്രയും നേരം മഴ ഉണ്ടായിരുന്നില്ല, ഞങ്ങളെ നനയ്ക്കാൻ വേണ്ടിട്ട് മഴ ഇപ്പൊ പെയ്താ അല്ലേ ഗായ്സേ? തലയും കൊണ്ട് ഇവിടെ തോർത്തുന്ന ആളെ കണ്ടോ ഗായ്സ്? എന്താ അല്ലേ? എടാ നമ്മുടെ ഇൻട്രോ പറഞ്ഞു. അയ്യോ ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ ബർത്ത്ഡേ ഹായ് ഹലോ ഗായ്സ്, എല്ലാവർക്കും ഡീപ്പ് ഡാന വ്ലോഗിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പൊ നമ്മുടെ പങ്കന്റെ മോസ്റ്റ് ബർത്ത്ഡേ ആണ് ഇത്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ബർത്ത്ഡേ പാർട്ടി നമ്മൾ ഇന്ന് രാവിലെ ഏർലി മോർണിംഗ് 12 o'clock കേക്ക് മുറിക്കണം എന്നൊക്കെ ഓർത്തു. പക്ഷെ ചിലർക്കൊക്കെ ഭയങ്കര ഉറക്കമൊക്കെ കാരണം ചിലരൊക്കെ കേക്ക് മുറിക്കാൻ മടി കാണിച്ചു. എന്ത് പറയാനല്ലേ, അയ്യോ എനിക്ക് തലവേദന എടുക്കുന്നത്, അയ്യോ കൊച്ച് കേക്ക് മുറിക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ പൈങ്കിളിന്റെ മോസ്റ്റ് ബർത്ത്ഡേ പാർട്ടിയാണ് ഗായ്സ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നേ. അപ്പൊ നമ്മൾ നമ്മുടെ ശിവന്റെ അടുത്ത് തിരിയൊക്കെ വെച്ചിട്ട് മോസ്റ്റ് ആയിട്ട് നനഞ്ഞതാ വന്നിട്ടുണ്ട് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ നമ്മളിനെ തിരി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്കിതേ മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കേക്ക് കട്ട് ചെയ്യാൻ പോലെ കൊച്ചിന് തല ഫുൾ നനഞ്ഞിട്ടോ അമ്മ. തലയൊക്കെ തോർത്തിട്ട് ഇപ്പൊ വരാട്ടോ. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ബിസിയിലാണ് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മുടെ പൈങ്കിളിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് പോയിട്ട് ഇന്നലെ വാങ്ങി. അപ്പൊ പങ്കന് അൺബോക്സിങ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ പങ്കന്റെ വ്ളോഗ് വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ മോസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ട് ഞങ്ങൾ വരെ പൊളിച്ചു പോയി. എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് അയച്ചിട്ടുള്ള നന്ദഗോപൻ എന്ന് പറഞ്ഞ ആൾക്ക് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങൾ എങ്ങനെ വിളിക്കണം എന്നറിയില്ല ഗൈസ്, ഒന്നും അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും ഗിഫ്റ്റ് മോസ്റ്റ് ആയിട്ടുണ്ട് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പറയാനേ ഇല്ല. സന്തോഷായോ? ഹലോ സന്തോഷായോ? വേറെ നമ്മുടെ ജ്യോതിഷ്ണ എന്ന ചേട്ടായും പൈങ്കിളിക്ക് മോസ്റ്റ് ആയിട്ട് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. അയ്യോ അടിപൊളി. അപ്പൊ പൈങ്കിളി ടോട്ടലി ഗിഫ്റ്റിനകത്ത് സത്യത ഉണ്ടോ രണ്ടാണേ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്റെ കുഞ്ഞിനെ പോലെ ഉണ്ട്. അടിച്ച പൊളിക്കൂടെ തല ഞാൻ പൊളിക്കട വിടും. ഹലോ ഹലോ അവിടെ പിടിക്കണ്ട ഗായ്സ്. അപ്പൊ നോക്ക് അങ്ങനെ മോസ്റ്റ് ഗായ്സ് അങ്ങനെ ഗിഫ്റ്റ് ബോക്സ് ഗായ്സ് നിങ്ങൾ കണ്ടോ? വെളിച്ചില്ല ഒരു മിനിറ്റ്, വെളിച്ചം വേണം. ഹലോ കൊച്ചിനിത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ രാത്രിക്ക് ഉറക്കമില്ല, ഞങ്ങൾക്ക് തലയ്ക്ക് സൗകര്യം തന്നിട്ടില്ല. ഇന്നലെ തന്നെ പൊട്ടിക്കാൻ തന്നെ കുറെ നിർബന്ധിച്ചു. പിന്നെ കൊച്ചിന് വ്ളോഗ് എടുക്കണോ ഞങ്ങൾ പറഞ്ഞു വേണ്ട ഒന്ന് ക്ഷമിക്ക്. കൊച്ചിന് ഉറക്കത്തിൽ നിന്ന് വരെ കഴിഞ്ഞിട്ട് ഗിഫ്റ്റ് എന്ന് പറച്ചില്ലായിരുന്നു ഗായ്സ്. നിങ്ങൾക്ക് അറിയോ? കണ്ടോ എൻ്റെ ഗായ്സ്, മോസ്റ്റ് ഗിഫ്റ്റാണ്. എൻ്റെ ദൈവമേ ഒന്നും പറയാനില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ് ഓൺ ദ വേ നമ്മുടെ ഷെലോലിന്റെ ചാനലിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. നമ്മുടെ വ്ളോഗ് വിട്ട് പൂങ്കിളി ഇതാണ് ഏറ്റവും മോസ്റ്റ് എന്ന് വാങ്ങാൻ പറയുന്നുണ്ട് കേട്ടോ. ലെറ്ററൊക്കെ ഉണ്ട് ഗായ്സ് മോസ്റ്റ് ആയിട്ട്. വായിച്ചിട്ടുണ്ട്, ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് വ്ളോഗില്. ഞാൻ ഇതൊക്കെ എടുത്തിട്ട് നീ എന്താ എടുത്തിടാത്ത? ഹലോ മോസ്റ്റ് ആയിട്ട് കാണിക്കണം. കൊറേ സാധനങ്ങൾ ഗിഫ്റ്റില് പൈങ്കിളിക്ക് ഒത്തിരി സാധനങ്ങൾ പൈങ്കിളിക്ക് ഗിഫ്റ്റിലുണ്ട്. ഓരോ ഗിഫ്റ്റ് ഒന്നും അല്ല, കൊറേ ഗിഫ്റ്റ് ഉണ്ട് പൈങ്കിളിക്ക്. ചോക്ലേറ്റുകൾ ഉണ്ട് ഗായ്സ്. ഇത് കണ്ടോ എന്റെ ദൈവമേ എനിക്ക് വയ്യ. നോക്കിക്കേ ഹലോ പ്ലേസ്, ഇതെല്ലാം നമുക്ക് മോസ്റ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് പൈങ്കിളി തിന്നാൻ പോവാണ് ഗൈസ് അല്ലേ. ഇപ്പൊ കണ്ടോ കൊച്ചു കഷ്ടപ്പെട്ട് നമ്മുടെ ചെയിനിന്റെ ബോക്സ് തുറക്കാണ് കേട്ടോ. കഷ്ടാണോ തുറക്കാനോ? എന്താ ടെക്നോളജി എങ്ങനെയാ? അയ്യോ
ഡയാനക്ക് പിടിക്ക് ഇതെങ്ങനെ തുറക്കുന്നേ? പുഷ്ണുണ്ട് പുഷ് ഉള്ളയാ പുഷു ഉണ്ട് ഒന്നും അറിയില്ലല്ലേ. വാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഗൈസ് ഈ ചെയിന്. എന്ത് രസമാണ് കാണാൻ പങ്ക. അടിപൊളി. പൈങ്കിളിക്ക് ഒരു ആന ബോക്സ് നിറച്ചാണ്. ഈ ബോക്സിന്റെ ഉള്ളിൽ പൈങ്കിളിക്ക് ഡ്രസ്സും ഉണ്ടായിരുന്നു. അയ്യോ മോസ്റ്റ് കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളുടെ അടുത്ത് ഷോ ആയിരുന്നു. അപ്പൊ അതൊക്കെ ഫുള്ള് എന്റെ ചാനലിൽ ഞാൻ കാണിക്കുന്നില്ല, ഡീറ്റെയിൽ ആയിട്ട് പങ്കന്റെ ചാനലിൽ ഗൈസ് നിങ്ങൾ പോയി കാണും. വ്ളോഗും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കണ്ട അല്ലേ പങ്ക, കാണാൻ മറക്കല്ലേ. പങ്കന്റെ വ്ളോഗിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അല്ലേ. അപ്പൊ എല്ലാവർക്കും ഈസി അല്ലേ പോയി കാണാന്. എന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ പങ്കന്റെ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്റെ കൊടുത്തേക്കാവേ ആ വ്ളോഗിന്റെ. വാവ് പങ്കന് മോസ്റ്റ് ഇഷ്ടമായത് ഈ പാവേനെന്ന് പറയുന്നു. പാണ്ടാനായി അവിടെ അങ്ങനെ നെക്കല്ലേ കുഞ്ഞിനെ ഇങ്ങനെ അരിച്ചു പോലെ അവനെ ഓടാ കാല അച്ചു കൊണ്ടോ എന്റെ പാവതൊക്കെ ഓടിക്കടാ വിടറോ 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 വിടില്ലടോ വിടാ ബൗജി പൗജി പൗജി ബൗജി നമ്മുടെ കുഞ്ഞ് ഇതിന്റെ കൂടെ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയമ്മണ്ണിട്ടോ. വാ ഒരുപാട് ഗിഫ്റ്റിന്റെ ഉള്ളിലാണ് പങ്കൻ നിൽക്കുന്നത്. എന്റെ അഹങ്കാരം നമുക്ക് മുഖത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കൊച്ചു സ്പ്രേ അടിക്കുമ്പോ തന്നെ തീരുട്ടമ്മ. അയ്യോ ഹലോ ഇപ്പളേ പുതിയ പങ്കന്റെ ബർത്ത്ഡേ ഡ്രസ്സാണ് ഗൈസ്. നമ്മളിതിൽ സർപ്രൈസ് ആക്കി വെച്ചില്ലേ, കടയിൽ നിന്ന് കാണിക്കില്ല. കൊച്ചിന്റെ മോസ്റ്റ് ബർത്ത്ഡേ ഡ്രസ്. പാർട്ടിക്ക് വേറെ ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. പാർട്ടിക്ക് പൈങ്കിളി ഏത് ഡ്രസ് ഇടാൻ പോന്നെ? ബ്ലൂ ഏതാ? ബട്ടർഫ്ലൈ ശരിക്കും അപ്പോഴാണ് പൂമാരി ആവണ്ടത്. ഇത് ജസ്റ്റ് ബർത്ത്ഡേക്ക് ജസ്റ്റ് ആണ് ഗൈസ്. ഞാന് മോസ്റ്റ് ആയിട്ടുണ്ട് പങ്ക. അടിപൊളി ഡ്രസ്സാണ്. എന്റെ ഡ്രസ്സ് പോലെ തന്നെ കുർത്തി പോലെ തന്നെ. ഇപ്പൊ പങ്കം ബർത്ത്ഡേ അടിപൊളിയായിരുന്നു. ഹലോ അത്ര വലിയ ഇതല്ലോ. അയ്യോ നമ്മള് പങ്കന്റെ കേക്ക് തേക്കണം. അയ്യോ ജിലേബി വെള്ളം ജിലേബി നമ്മള് വാങ്ങി നോക്കുന്നില്ല. വെള്ളം ജിലേബി എന്റെ പല്ലുണ്ടാവും കേട്ടോ, നോക്കല്ലേ. ഒന്ന് ആക്രമിച്ചു അല്ലേ ജുവാന. അയ്യോ മിഠായി എക്ലെയർ അല്ലേ നിറച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എക്ലെയർ കേട്ടോ. ആ പണ്ടത്തെ ഒരു പറച്ചില്ലേ നല്ല ടേസ്റ്റാ. അപ്പം തിന്നണോ നോക്കാം. തിന്നാൻ പാടില്ല. കേക്ക് എടുക്കും. നീ തിന്നണ്ട. കേക്ക് എടുക്കണോ? കേക്കിന്റെ ചുറ്റും ഇന്ത്യൻ മോൻ കുത്തി പൊട്ടിക്കും കേട്ടോ. വാതനെ ഫോണ് ഞാൻ കഴിച്ചിടാം. ഫോണാ ഒരു ഫോൺ. ഫോണും കുത്തി പൊട്ടിക്കുന്ന മജാപ്പോജ വന്നിട്ടുണ്ട്. മീജ മേജ മജാപ്പോജ കൊടുക്കും. ഞാൻ ചവച്ച കൊടുക്കുവാണേ. നോക്കാൻ തിന്നോന്ന് ഇനി വായിലൊട്ടി പിടിച്ച് കാണിക്കുന്നുണ്ടോ കേട്ടോ. തൊണ്ടയിൽ കൊടുക്കട്ടെ. ഇനി മിഠായി എടുക്കാൻ കോലും കൊണ്ട് അതാ പക്ഷേ പല്ലൊട്ടുന്നമ്മേ നോക്ക്. അല്ല ഇതിന്റെ കൂടെ ക്യാൻഡിൽ. അതിപ്പോ അങ്ങനത്തെ കേക്ക് അൺബോക്സ് ചെയ്യണം കായസേ. നോക്ക് പങ്ക ഞങ്ങളെ പുതിയ ഡ്രസ് ഇടാൻ സമ്മതിക്കുന്നില്ല അമ്മ. എന്താ ഞാനിടുമ്പോ ഇട്ടാ മതി. കണ്ടോ ഞങ്ങൾ 3 പേര് ഇടാൻ പറയുക. പാർട്ടിക്കിട്ടാ ഇടാം. ഇപ്പോഴല്ലായിരുന്നു അതിരണ്ടല്ലേ? ഇപ്പോഴാണ് പങ്ക അതിരണ്ടത് അല്ലേ? ഇപ്പോഴല്ലേ അതിരണ്ടത്? എല്ലാരും ഇത് കൊടുക്കുന്നുണ്ടമ്മേ. കേക്കിന്റെ കൂടെ നമുക്ക് ക്യാൻഡിലും കിട്ടും, തീപ്പെട്ടിയും കിട്ടും, എല്ലാം കിട്ടും. അത് കണ്ടെടുക്കാം. അപ്പൊ അതേ പൈങ്കിളി മോസ്റ്റ് ആയിട്ട് ഇതേ മെഴുകുതിരി പൊട്ടിക്കുന്നുണ്ട്. ഇത് തീപ്പെട്ടി അപ്പുറത്ത് മെഴുകുതിരി ഇല്ല. വലിച്ചു വെക്ക് വലിക്ക്. ഹലോ പ്ലീസ്. ഹലോ കൊറേ ക്യാൻഡിൽസ് ഉണ്ട്. മറ്റേ കടയിൽ നമുക്ക് 2 കിട്ടിയുള്ളൂ. അത് ഭയങ്കര 5 ഓട്ടോക്കടയിൽ നിന്നല്ലേ? ഓട്ടോക്കടയിൽ നിന്ന്. അപ്പൊ ക്യാൻഡിൽസ് ഒക്കെ ഉണ്ട്. കേക്ക് എടുക്കാം. എന്റെ പങ്ക കേക്ക് എവിടെയും തട്ടിയില്ലടാ. ഞങ്ങള് ഇന്നലെ നമ്മള് ഈവനിങ് ഓട്ടോയില് ഞങ്ങൾ എന്നാ വരവാ വന്നേ. ഞങ്ങളെ കൊന്നില്ലെന്നുള്ളു ചേട്ടൻ. അങ്ങനെയായിരുന്നു ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ചേട്ടന് വേറെ ഓട്ടവും കിട്ടി. ഞങ്ങളെ കൊണ്ടും വിടണം. ഡോൺ ഷേക്കുന്നുണ്ട്. വണ്ടിയാണെങ്കിൽ കട്ടറിക്കൂടിയുള്ള പറക്കലും. അതോ അതിന്റെ പുറത്ത് വണ്ടിക്ക് പറക്കാൻ കഴിവുണ്ടായിരുന്നു. രക്ഷപ്പെട്ടല്ലേ. അപ്പൊ അങ്ങനെ മോസ്റ്റ് കേക്ക് അങ്ങനെ ഇതേ ഓപ്പൺ ചെയ്യുന്നുണ്ട്. വാ ഇനിയിപ്പോ ഒറ്റ വരലായിരിക്കും ഈ സാധനം. വാ ഹാപ്പി ബർത്ത്ഡേ പൈൻ കിളി. പൈൻ കിളിയാ പങ്ക? പൈൻ കിളിയാണോ? പൂങ്കിളിന്ന് വേണം. പെയിൻ കിളി. ഓ നോ, നിനക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടോ കുഞ്ഞെ? വെറുതെ അല്ല. ഇത് പിടിച്ചോ. പങ്കജമാർഷിക എഴുതണമായിരുന്നു. പിന്നെ എല്ലാരും പെട്ടേനെ.
അപ്പൊ നമുക്ക് കേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ എടുക്കാം. അപ്പൊ നമുക്കിത് എന്റെ ബർത്ത്ഡേ ആയിരുന്നെങ്കിൽ ഞാൻ കടിച്ചേനെ. എന്റെ അമ്മ എന്താ ഒച്ചയാച്ചി കേട്ടാ. ഇതിപ്പോ കേക്ക് ഏതാ കേട്ടോ വന്ന പാടെ എന്റെ ഉമ്മ കിട്ടിയതിന്റെ സാട് അല്ല പാട് അവിടെ മുകളില് വെക്കല്ലേ കേക്കിന്റെ മുകളിൽ പാണ്ടനെ പറയല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മെഴുകുതിരി ഇടയ്ക്ക് കത്തിക്കാനും പാണ്ടനെ കാണാൻ അയ്യോ കേക്ക് കിട്ടിയപ്പോ വലിയ ആളായി തുടങ്ങി. ഗിഫ്റ്റ് കിട്ടിയപ്പോഴാണോ ആളായത്? എല്ലാം കൊണ്ടും ആളായി. വലിയ ആളായി കൊച്ച്. ഹൈറ് എടാ ഞാനിപ്പോ നനച്ചു വിട്ടും അല്ല തലയും വിട്ടും. ഇതാ അയ്യോ ഇതിപ്പോ എങ്ങനെ നമ്മള് ചുട്ടും നിരത്തുക എന്നിട്ട് കേക്ക് മുറിക്കാൻ പറ്റാതെ കേക്കിന്റെ അല്ലാത്ത മിഠായിനകത്ത് മീശയുടെ മുമ്പിലാണ് കഴിച്ച് നമ്മളിതാ ജിബേലി വെച്ചേക്കുന്നത്. ഇത് വെള്ള ജിബേലിയാണ്, പക്ഷെ നല്ല പുളിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടം. എനിക്ക് കുഞ്ഞു ജിലേബി ഇഷ്ടമാണ്. ജിലേബിയാണ് ജിലേബി എടാ എന്തടാ അതാ കേക്കിന് വരി കേക്ക് ജിലേബിക്ക് മഞ്ഞക്കളർ ഇടാതെ കള്ളക്കളിയല്ലേ. ചോക്ലേറ്റ് കേക്കിലൂടെ വാനില വന്നത്. അതെ കേക്ക് ജിലേബിയുടെ കളർ കേൾക്കില്ല, അതുകൊണ്ട് വെള്ളം ജിലേബി. എന്തൊക്കെ തിന്നാ കേക്ക് ലാസ്റ്റ് തിന്നൊന്നും എനിക്ക് മനസ്സിലാകാതെ. കൊച്ചിന് ഞങ്ങളുടെ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പാണ്ടകാവൽ ജിബേലിക്ക് അങ്ങനെയല്ല അധികം അടുത്ത് പൈങ്കിളി നിന്റെ പാണ്ടക്കുട്ടനല്ലേ ജിബേലിക്ക് കാവലിരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിക്കോ, ആരെ എടുക്കാൻ സമ്മതിക്കരുത്. ഞങ്ങൾ അനുവാദമില്ല, അതിന് നോക്കണം. ഇതിനൊക്കെ ഒരേ കളറാണല്ലോ ബെഡ്ഷീറ്റിന്. മനസ്സിലാവുന്നില്ല. സാറിന് ഞാനല്ലേ ക്യാമറമാൻ. ഇങ്ങനെ ഹലോ 4 കിറ്റ്കാറ്റ് ഉണ്ട്, 4 കിറ്റ്കാറ്റ് പിന്നെ എത്രയാ 4 മഞ്ചുണ്ട്, മഞ്ച് മാക്സ് ഉണ്ട്, 4 ഡയറി മിൽക്ക് 2 ഉണ്ട്, 4 മിൽക്കി ബോൾ ഉണ്ട്, ബാർ 4 ഉണ്ട്. നമ്മളിവിടെ കണക്കെടുക്കാണ്, സെൻസസ് ആണോ? കാരണം എന്തിനാന്നറിയാം ഇപ്പൊ കണക്ക് പറഞ്ഞത് കറക്റ്റ് നിങ്ങളെല്ലാരും ഇത്ര തന്നെ ആണോ അയച്ചത് എന്ന് അറിയാൻ വേണ്ടി. നിങ്ങളെല്ലാരും അല്ല, എല്ലാരും അയച്ചിട്ടില്ല. ഹലോ പ്ലേസ് അതെ എന്ത് നമ്മളെടുത്താലും ഭൂമിദേവിയായ പണ്ടെല്ലാം നിലത്ത് വെക്കുന്നത് കോഴിപ്പുഴ തന്നെയാണല്ലോ. അതന്നെ നീ പൈങ്കിളി മെഴുകുതിരി വെക്കുന്നതാണ് കേട്ടോ. പൈങ്കിളി ഓ നല്ലൊരു കേക്ക് നശിപ്പിച്ച് മെഴുകുതിരി വെക്കണ്ട. ണ്ട്. ഓ വെക്കേ നല്ല സാറ്റിസ്ഫൈ കേട്ടോ കേക്കിന്. ഇത് വേണം കേട്ടോ. മറ്റത് 5 ഉണ്ടോ? അപ്പൊ അങ്ങനെ 50 വയസ്സ്. അതോ കൊച്ചിന് 5 വയസ്സാണ് ഗൈസ്, 5 വയസ്സ്. ഞങ്ങളുടെ കുഞ്ഞുമാവയാണ് കേട്ടോ. എല്ലാവരും സീരിയസ് ആണ്. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കുഞ്ഞിപ്പങ്കനാണിത്. കൊച്ചിനെ ആരും ആനക്കൊച്ചായിട്ട് കണ്ടാണല്ലോ, എല്ലാവരുടെയും മൂക്കടിച്ച് ഭാരത്തി. നമ്മുടെ പോലെ സെയിം ഹൈറ്റ്. ഇപ്പൊ ഞങ്ങള് 3 പേരെയും കാണുമ്പോ എല്ലാവർക്കും തോക്കും. ഞങ്ങള് 3 പേരെയും കാണുമ്പോ ഞങ്ങള് 3 പേരിലും ഏറ്റവും മൂത്തത് ഞാന്, സെക്കൻഡ് നീയ്, ഇവര് ചിലരുടെ മൂത്തത് പങ്കനാണ്, പിന്നെ ഏറ്റവും ഇളയത് വാവാറ്റാണ് ഇവിടെ. അതെപ്പോഴും ആ പേര് വാവാറ്റയ്ക്കാണ് അറിയത്തില്ല. അപ്പൊ എല്ലാവരോടും പറഞ്ഞേക്ക, ഈ വീട്ടില് പ്രായപൂർത്തി പോലും കൊച്ചായിട്ടില്ല. കൊച്ചപ്പ അത്രയും കുഞ്ഞി കൊച്ചാണ് ഞങ്ങളെ. കൂടെ നിൽക്കുന്നുണ്ട് ആനക്കൊച്ചാന്നൊന്നും ആരും ഓർക്കണം. ഈ പറഞ്ഞ പോലെ ഞാൻ ഇത്ര വലിയ ആയിരുന്നല്ലോ. കൊച്ചു 2-3 വയസ്സിന് മൂത്തതില്ലേ ഞാനുള്ളതുകൊണ്ടോ. അപ്പം അത്ര കുഞ്ഞിതാണ് ഈ പറഞ്ഞ ഞാനെന്താ കിളവി. വാവാറ്റ ഈ പറഞ്ഞ പോലെ അത്രയൊക്കെ പ്രായമുള്ളൂ. നിങ്ങൾ ഈ ഓർക്കുന്ന ആനകളല്ല ഞങ്ങള്. ഫോണിൽ കാണുമ്പോ എല്ലാവർക്കും വലുതുപോലെ അതന്നെ. നിങ്ങൾ സൂം ഔട്ട് ആക്കിയിട്ട് കാണും. ഈ പൈങ്കിളി ഇപ്പഴേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഇതൊക്കെ കൊച്ചു കാണിക്കും. കേക്കരുത്, ഈ പിടിക്കാൻ നോക്കാം. അല്ലല്ല മെഴുതിരി അല്ല ഇത് ഷോർട്സ് എടുത്തോ? ഇല്ല എടുക്കാം പ്ലീസ്, ഇതൊന്ന് പറയട്ടെ. അപ്പൊ കൊച്ചിനെ ആരും ആനക്കുഞ്ഞായിട്ടൊന്ന് കണ്ടേക്കരുത്. ഞങ്ങളുടെ കുഞ്ഞു വാവയാണ്, ഞങ്ങളുടെ കുഞ്ഞാണ്. കുഞ്ഞിന്ന് ജനിച്ച ദിവസമായിരുന്നു ഇന്ന്. പങ്കൻ ജനിച്ച പൈങ്കിളി ജനിച്ചു എന്ന് അറിഞ്ഞപ്പോ ഞാനൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി നമ്മുടെ ശിവന്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെയുള്ള കഥകൾ കുഞ്ഞിനെ അതൊന്നും പറയാൻ പാടില്ല. ഒരുപാട് കാര്യങ്ങൾ ഈ കാലമാടം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പറമ്പിലേക്ക് എറിഞ്ഞിട്ടുണ്ട്, അറിയോ? എന്നാ കുഞ്ഞാ
അങ്ങനെയല്ല കേട്ടോ, അത് തെറ്റിദ്ധരിക്കണ്ട. അതെ അങ്ങനെയല്ല, ഒരു കാര്യം വെക്കണം, കുഞ്ഞാഴ്ചയാണ് എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഇൻസ്ട്രക്ഷൻ തരുന്നത്. എന്ത് ഇൻസ്ട്രക്ഷൻ? തിന്നാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് കേട്ട് ഞാൻ പൊട്ടം തിന്ന് നോക്കിയിട്ടുണ്ട്. നിന്നോട് ആരാ പറയുമ്പോ പോയി തിന്നാൻ പറയുന്നത്? തിന്ന് നോക്ക്, ഞാൻ നോക്കി പറഞ്ഞു. അങ്ങനെ ഞാൻ തിന്ന് നോക്കില്ലേ? ഈ കാലം ചെയ്യുന്ന പോലെ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുള്ളൂ. അതല്ല പക്ഷെ ഇപ്പൊ എന്റെ സ്നാപ്പിലെ വാട്ടർ ഇട്ടത് കുഞ്ഞാഴ്ചയാ. അതെന്റെ പൈകളിക്ക് എന്താ പ്രശ്നമുണ്ട്? നിങ്ങളുടെ രണ്ടിന്റെ അവാട്ടറല്ല, എന്റെ അവാട്ടർ കാണും. പറയട്ടെ, ഞങ്ങളിൽ 3 പേരിലും എന്റെ പുറകെയാണ് അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അതെന്താന്ന് എനിക്കറിയില്ല. എന്നെ ദേഷ്യപ്പെടാൻ വേണ്ടി മാത്രം വിളിക്കും. എന്റെ കൂടെയാണ് കൂടുതൽ പുറകെ നടക്കുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ദേഷ്യം എന്റെ അടുത്ത് സമ്പാദിക്കുന്നത് അതെ. രണ്ടാമത് കാരണം ഇപ്പൊ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് ചിരിച്ചോണ്ടിരിക്കും. മമ്മ ഒന്ന് കേക്കണ്ട അതാ കേക്ക് കളയരുത്. എടാ കേക്ക് കളയരുതെന്ന്. ഈയിടെ നിങ്ങൾക്ക് എന്താ നിങ്ങൾ ഡാൻസ് റീൽസ് എടുക്കോട്ടോ, പാട്ട് വെച്ചേ. അതല്ല ഉഞ്ഞാഴ്ച ഇഷ്ടപ്പെടുന്നത് തെറ്റാണ് പറഞ്ഞത് മനസ്സിലാക്ക. ഈ പിള്ളേര് 3 നാളായി എപ്പോഴും അടിയാ. ചോദി, പിന്നെ ചോദി, അങ്ങനെ അണിയാണ് ചോദ്യം പറഞ്ഞാൽ ഭയങ്കര അടിയെന്നാണ്. ഞാൻ പിന്നെ പാവ, ഞാൻ നല്ല കുട്ടി. ഒരു മകം നടന്നൊരു മങ്ക കുങ്ക എലി വന്നേക്കുന്നു. എരുമയെ മാനും മിണ്ടല്ലോ, അധികം കളിക്കണ്ട. എലി കരളും നിങ്ങളെ. പങ്കാളിന്റെ കേക്ക് കരളാതെ എരുമച്ചാണത്തിന്റെ ഞാൻ അധികം പറയണ. പൈങ്കിളി മാനോ പറത്തുവാ. പിന്നെ പക്ഷെ എലിന്റെ അക്കരെ വെട്ടി ഇക്കരയാ, അതൊരു വിഷയാ. അത് സത്യം. എലി വെള്ളം കുടിക്കണം, പക്ഷെ ഡോസ പുറത്തേക്ക് വിടാറ്. അതുകൊണ്ട് എലിന്റെ പീക്ക് ഭയങ്കര സ്മെല്ലാണ്. വെള്ളം കൊണ്ട ഫ്ലാറ്റാ. അമ്മേ ചിരിച്ചൊരു വടിയായി ഗായ്സ്. അപ്പൊ പങ്ക വാവാറ്റ നോക്കണ ഒറ്റയ്ക്ക് മഞ്ച് തിന്നാൻ പോകുന്നുണ്ട് കേട്ടോ ഗായ്സ്. അപ്പൊ നമ്മളിനി മോസ്റ്റ് ആയിട്ട് ഇനി ഷോർട്സ് ഒക്കെ കൊടുക്കണം. ഒരു കാര്യം പറയാം, ഞാൻ അതെല്ലാം എന്നിട്ട് അമ്മയോട് പറയും ഉറുമ്പ് തിന്നു. എടാ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ, എന്നെ പണ്ട് എന്റെ ബാഗിലത്തെ ലഡു കട്ട് ചെയ്തിട്ട് ആ മുതുകാലത്തി ബർത്ത്ഡേക്ക് ഇങ്ങനെ വേണ്ടാതിരങ്ങളൊക്കെ പറയാൻ പറ്റും. അതൊക്കെ പിന്നെ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട, എനിക്ക് ദേഷ്യം വരച്ച് ചെയ്തത്, അതുകൊണ്ട് ഞാനതൊന്നും ഓർക്കുന്നില്ല. അതൊക്കെ വിട്. അപ്പൊ നമ്മുടെ മോസ്റ്റ് എന്ത് ചെയ്യാം, കേക്ക് കട്ടിങ്ങിനൊക്കെയുള്ള പരിപാടികൾ നോക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പങ്കന്റെ മോസ്റ്റ് കേക്ക് നമ്മള് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇപ്പൊ പങ്ങനെ എന്നെ എടുപ്പിച്ചിട്ട് പങ്കന്റെ തല കൊണ്ടെന്റെ നാവൊക്കെ കടിച്ച് ചോരയൊക്കെ ഞങ്ങള് തലയും കുത്തി പറഞ്ഞ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാവും ഗൈസ്. അപ്പൊ നമ്മൾ മോശമായിട്ട് നമ്മുടെ കേക്കൊക്കെ ഇതേ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഹലോ പ്ലേസ്, ആ ഷോർട്സ് അല്ല, ഹലോ വലുത്. അയ്യോ ഗൈസ്. അപ്പൊ നമ്മുടെ മോസ്റ്റ് ആയിട്ടുള്ള കേക്കിന്റെ കൂടെയുള്ള സൂത്രങ്ങളൊക്കെ നമുക്ക് കണ്ടാലോ അല്ലേ പറ്റി. മോസ്റ്റ് ആയിട്ട് നമ്മുടെ സൂത്രങ്ങളൊക്കെ നമ്മളിവിടെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗിഫ്റ്റിന്റെ കൂടെ കിട്ടിയത് നമ്മുടെ മോസ്റ്റ് ഗിഫ്റ്റും പങ്ങന്റെ മോസ്റ്റ് കേക്ക്. ഇതാണ് നമ്മുടെ പങ്ങന്റെ മോസ്റ്റ് കേക്ക്. ആര് അങ്ങനെ ഡ്രസ്സാണ് നമുക്ക് എടുത്തോണ്ട് പോയത്. ഇത് അങ്ങനെ മിഠായിസും സ്വീറ്റ്സും എല്ലാം നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മോസ്റ്റ് ആയിട്ട് ചടങ്ങുകളൊക്കെ തുടങ്ങി നമ്മുടെ കേക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഇതുണ്ടോ വെഴുതിരിയൊക്കെ ഇതായി പോയിട്ടുണ്ട്. മോസ്റ്റ് ആയിട്ട് പങ്ങന്റെ ബർത്ത്ഡേ നമുക്ക് നല്ല അടിപൊളിയാക്കണം അല്ലേ? വരയ്ക്കെന്താ എന്ന് പറയുന്നത്? മോസ്റ്റ് ആക്കണം, അടിപൊളിയാക്കണം. എന്താക്കണം എന്താക്കണം ചോദിച്ചോ. എന്തല്ലോ പണ്ടത്തെ ഫിലിം തല്ലറുത്തുന്ന എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. താഴെ വീണ് കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണമെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ചേട്ടത്തി ഏതാ സിനിമേന്റെ ഒരു അതാ ബർത്ത്ഡേ പാർട്ടി, ജന്മദാനമല്ല ജന്മദിനം. മറ്റേ പറയും ഗായ്സിനോട് എന്താ അങ്ങനെ പറ്റി പറയാനുള്ളത് പറ. എന്നെ പറ്റി എല്ലാരും വാക്കുകൾ പറയട്ടോ. അയ്യോ അത്ര വലുതൊക്കെ പറയണമെന്നിട്ടോ. കുഞ്ഞാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പങ്ങനാണ്. ഇങ്ങോട്ട് വാ, നിങ്ങൾ ലൈറ്റിലേക്ക് വാ. ആ ഓക്കെ. ചക്കര കുഞ്ഞാവയാണ് കേട്ടോ.
മോസ്റ്റ് കുഞ്ഞാവാന്ന് പറഞ്ഞ് ഞാനും കുഞ്ഞാറ്റിയും കൂടെ അങ്ങനെ നോക്കി മോസ്റ്റ് ആക്കിയതാണ്. ഞങ്ങളെ കൊച്ചിനെ അതന്നെ ഇവിടെ എന്താ ആലോ ജുവാന എവലിൻ റോസ് ഒക്കെ വന്നിട്ടുണ്ട്. ജുവാന എഴുന്നേക്ക് അങ്ങനെ എടുത്തേക്ക് ഞാൻ ഒഴുകി കൊട്ടയം വന്നപ്പോഴാണ് ഇവർക്ക് കിട്ടിയത്. എന്താ കറനാണോ? ചെല്ലെ കൊച്ചിനെ അത് അനുഗ്രഹിക്കും. ഞങ്ങളെ മുന്നിൽ നോക്കി ഞങ്ങളുടെ അമ്മച്ചി മമ്മി കേട്ടോ. അല്ല അമ്മ മോസ്റ്റ് ഞങ്ങളുടെ പങ്ങനെ പറ്റി എന്താ അമ്മയ്ക്ക് പറയാനുള്ളത്? എന്തെങ്കിലും പറയണ കോരി കളഞ്ഞതല്ല ഓറ പോയി കുഞ്ഞ് ചക്കര കുഞ്ഞ് പങ്കനുണ്ട് പൊന്നാണിത്. അനുസരണ ഇല്ല, ഞരമ്പിച്ചിരി കൂടുതലാണ്. ഇല്ല അങ്ങനെ ഞരമ്പൊന്നുമില്ല. ഇല്ല കേട്ടോ, ഞങ്ങള് വെറുതെ പറഞ്ഞു, ഞങ്ങള് തമാശക്ക് കളിയാക്കി കേട്ടോ. അങ്ങനെയാണ് എല്ലാരും ഞരമ്പന്മാരാ അല്ലേ അമ്മേ? കൊച്ചിനെ പറ്റി എന്തെങ്കിലും എന്താ പറയാ വാക്കുകൾ? കൊച്ചിനെ പറ്റി വാക്കുകൾ നമുക്ക് എന്താ ഇന്നല്ലേ പങ്കൻ ജനിച്ചത്, നമുക്ക് എന്തെങ്കിലും സ്വീറ്റ് മെമ്മറീസോ എന്തെങ്കിലും? പൊന്നു കുഞ്ഞാവയാണ്, എന്താ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പങ്കൻ മിടുക്കനാണ്. ആ പിന്നെയോ? ചക്കര മിടുക്കൻ കുട്ടനാണ്. ആ പറഞ്ഞെല്ലാം അനുസരിക്കും. എല്ലാ പണികളും ഞാൻ ചെയ്യും. അത് മാത്രല്ല, അത് ഒഴിച്ചു മടിയാണ്, ഭക്ഷണം കഴിക്കാൻ മടിയാണ്. അതാണ് അത് ചില പങ്ങനെ ഒരു അപകർഷത. പങ്ങനെ ഭയങ്കര തടിമാനാന്നൊരു ചിന്തയുണ്ട് ഗായ്സ്. പങ്കന് അങ്ങനെ ഭയങ്കര തടിയാന്നുള്ളൊരു ബോധമുണ്ട്. ഭക്ഷണം കഴിക്കാൻ ചോറ് തിന്നാന്നൊക്കെ ഭയങ്കര മടിയനാണ്. അപ്പം എല്ലാരും ഒന്ന് ഉപദേശിച്ചേക്കണം ഇവിടെ. അതെ ഗായ്സുകൾ എല്ലാവരും ഒന്ന് പറയും, പങ്ങനെ ഭയങ്കര മടിയാണ് ഗായ്സ് ഫുഡ് കഴിക്കാൻ. ഒരു 2 കഷ്ണം നഖമുണ്ട്, കുറച്ച് ഇതുണ്ടോ ഇത്ര നഖമുണ്ട്. അതില് പട്ടിഷോയാണ്. കണ്ടു പുതിയ ചെയിൻ കണ്ടു. അയ്യോ അപ്പം എപ്പോഴും കൈ വിറപ്പിച്ചോണ്ട് നടപ്പാ ഗൈസ്. ഇതാരാ? അയ്യോ കുഞ്ഞിക്കുട്ടൻ വന്നാല് കുട്ടനാണത് നോക്കിട്ട് എല്ലാരും അങ്ങനെ ബർത്ത്ഡേ കേക്ക് തിന്നാൻ ഒന്നും അറിയില്ല കണ്ടിട്ടോ, ഇത് കുഞ്ഞിക്കുട്ടനാണ്. ഗൈസ് അപ്പൊ എനിക്ക് എന്റെ പങ്ങനെ പറ്റി പറയാനുള്ള അയ്യോ അതേത് പുഴുവമ്മ കിടന്നുള്ളത്. ഏഴ് പുഴാണ് ഈ കണ്ടുകൊണ്ടല്ലേ. ഇത് ഏഴ് പുഴാണ്. ഇത് ലൈക്കൊക്കെ എന്നെ മതി നോക്ക്, നമ്മ കൊതിച്ചത് മതിന്ന്. ശരി കേട്ടോ ലൈക്ക് ഉണ്ടോ? അവരൊക്കെ കേക്ക് തിന്നാൻ വന്നതായിട്ടോ ഗൈസ്. അപ്പൊ എനിക്ക് പറയാനുള്ള ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കുഞ്ഞിപ്പ അങ്ങനെ എല്ലാവരും മോസ്റ്റായിട്ട് അനുഗ്രഹിക്കണം. പങ്ങന്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പൊ എല്ലാരും കൊച്ചിനെ അനുഗ്രഹിക്കണം. എല്ലാരും പ്രാർത്ഥനയും സപ്പോർട്ടും. 20 മിഠായി ബാലൻസ് ഉണ്ടാവും. 100 അപ്പൊ പങ്ങനെ മോസ്റ്റായിട്ട് അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കണം കുഞ്ഞിന് വേണ്ടി. എല്ലാവരും അനുഗ്രഹം വേണം. കുഞ്ഞാവയാണ് ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞാവയാണ്. ഞങ്ങളുടെ കൂടെ കാണുന്നതുകൊണ്ട് വലിയൊരു ആനയായിട്ട് ആരും കാണില്ല. ഞങ്ങളുടെ വീട്ടിലേറ്റവും അതാണ് കുഞ്ഞിപ്പങ്കൻ തന്നെ ഞങ്ങള് വിളിക്കാൻ തന്നെ കാരണം. അപ്പം കൊച്ചിനെ എല്ലാവരും അനുഗ്രഹിക്കണം, കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞാണ്, ചെവി കടിക്കല്ലേ പങ്ക. അപ്പം ഞങ്ങൾ മോശിട്ട് ഞാൻ കടിക്കാനില്ല. നമ്മളിനി എല്ലാം കത്തിക്കാൻ പോവല്ലേ, ചടങ്ങ് തുടങ്ങാൻ പോവാം. അപ്പൊ തുടങ്ങാല്ലേ? അപ്പൊ നമ്മള് ദീപം തെളിയിക്കാൻ പോവാണ്. അറ്റം പിഴിയോ? അറ്റം പിഴിയുക. നമ്മുടെ അമ്മച്ചി വന്ന് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് മോസ്റ്റ് ആയിട്ട് കേക്കിലാക്കാതെ കേട്ടോ, ദീപം കത്തിക്കാട്ടോ. അതാ ടെസ്റ്റ് ചെയ്ത ലൈറ്റ് ടെസ്റ്റിംഗ് ആണോ? നീല കത്തുന്നില്ല എടാ, ഇപ്പൊ ഉള്ളത് കത്തി. പച്ച ഇല്ല എടാ, നമുക്ക് തീപ്പെട്ടി ഇല്ലടാ. തീപ്പെട്ടി കേക്കണം. ഹലോ നല്ല ലൈറ്റ് ഇല്ല. അവരെ അങ്ങോട്ട് നിന്നല്ലേ ഞാൻ എടുത്തോളാം. കാര്യം മണ്ണ് വെക്കണം.
ഹലോ മണ്ണൊഴിച്ചിട്ട് വിടാം. ഇതാരെവിടെ ഒളിച്ചിരിക്കുന്ന ലൈക്കയാണോ? എന്റെ അമ്മച്ചി. ഒരു മോന്തേം രണ്ട് കണ്ണും കാണാം. അതെ, ഇവിടെ ഒരുത്ത് നോക്ക് കഷ്ടപ്പെട്ട് നിന്നുവാ. അതാ ദീപം കത്തിച്ചു. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഗണപതി നാരായണ. ഓം ഗണപതി നമഃ. അപ്പൊ എന്റെ ബർത്ത്ഡേക്കും ഞാൻ മെഴുകുതിരി കത്തിക്കാൻ മറന്നുപോയി. അപ്പൊ അങ്ങനെ ബർത്ത്ഡേക്ക് മെഴുകുതിരി കത്തിക്കാൻ മറന്നു. ഹലോ എടാ, അതിലും അതിനടുത്തോ കുഴപ്പമില്ല. എടുത്തോ, ഇല്ല, കഷ്ടപ്പെടാൻ ഇഷ്ടമാണ്. അത് അതിന്റെ സാധനം ഉരസി പോയി. റെഡി? എന്തിനു മുമ്പേ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ബംഗ, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിപ്പങ്ക, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞിപ്പങ്ക. കൊച്ചിനേറാ എന്ത് തിന്നാലും അതെ, എന്ത് കിട്ടിയാലും. എന്റെ ഗായ്സേ, അപ്പൊ നമ്മുടെ കുഞ്ഞിപ്പങ്കന്റെ മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്റെ ബർത്ത്ഡേക്കോ ഞാൻ കട്ട് ചെയ്യാൻ ദൂരെ അറിയേ. ഹലോ പ്ലേസ്, ഈ കൊച്ചെന്താ ഗായ്സേ ഇങ്ങനെ മനസ്സിലാവുന്നതാ. അപ്പതേ കൊച്ചു മോസ്റ്റ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. അതായടാ, കുനിച്ചു പിടിച്ച തീ കെടുവല്ലേ ഒച്ചേ ഉള്ളൂ. മുകളിലേക്ക് എന്തൊക്കെയോ അങ്ങനെ കേക്ക് കൊച്ച് കേക്ക് കത്തിച്ചിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ മീ. അതാ ഇപ്പഴേ മെഴുകുതിരി കത്തി തരുന്നു ഞാറ്റി. അതെല്ലാം വെളിച്ചില്ല. വീഡിയോ പോയാലും ഗായ്സ്, അപ്പൊ വെളിച്ചല്ലാതെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഹായ് നോക്കട്ടെ. ഹായ്, നല്ല രസല്ലേ? അതൊക്കെ കായില്ലേ? ത്രിഗോ. ഹായ്, എന്ത് രസമുണ്ട്. മറ്റേ പങ്കന്റെ നല്ല രസത്തിലുള്ള കാണുന്നില്ല. ഹലോ, നിങ്ങൾ ഈ വെളിച്ചത്തിന്റെ അങ്ങ് നിന്നിട്ട് കാണിച്ചു. അടുത്തേക്ക് ഒന്ന് കേക്ക് കഴിക്കൂ ഗായ്സ്. ഇങ്ങോട്ട് നോക്കി, കേക്ക് ഒന്നുകൂടി കൊടുത്തേ ഗായ്സ്. കേക്ക് ഒരു 10 പ്രാവശ്യം കൊടുക്കേണ്ട അവസ്ഥയാണ്. നോക്കൂ, ആ മോസ്റ്റ് ആയിട്ട് നമ്മുടെ പൈങ്കിളി കേക്ക് വാരിക്കൊടുത്തു. അമ്മ എന്ത് തിന്നാലും വാരേ തന്നെയുള്ളു ഗായ്സ്. അങ്ങനെ കാര്യമുണ്ട്. മെഴുകുതിരി എന്റെ കഥ അതാ ലൈക്ക് ഒപ്പിച്ചോ. ഒരു മിനിറ്റ്, എന്റെ ദൈവമേ, എന്തൊക്കെയാണ് ഒരു ബർത്ത്ഡേ കഴിഞ്ഞ എന്തൊക്കെയാ ഒന്ന് പറയോ? എന്തെങ്കിലും പറയണ്ടോ? ഒന്നുമില്ല പറയാൻ.
ഗായ്സ് മെഴുകുതിരി ഫുള്ള് കത്തി. മെഴുകുതിരി കുറച്ച് ആന വേണമായിരുന്നടാ. മെഴുകുതിരി കത്തി ഫുള്ള്. കുഞ്ഞത് കേക്കിൽ ഒഴുകാൻ തന്നെയാണ്. സോറി അമ്മേ അതൊരു ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു, ഒന്ന് കേൾക്കാം. എന്താ അത് ഉറക്കില്ലേ, ഉറക്കുമ്പോ അത് തന്നെ പറഞ്ഞു. എടാ കുറച്ച് ഐസിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് എടുത്താൽ മതിയതാ. അമ്മ മമ്മേ മെഴുകുതിരി ഊതണ്ടല്ലേ കത്തിക്കുന്നേ. അവരുടെ അടുത്തേക്ക് ഊതി കത്തിക്കാൻ കേക്ക് കൊടുക്കൽ ആ പേര് പോവും. എന്റെ പിറന്നാളും ഞാൻ മെഴുകുതിരി കത്തിക്കുന്നില്ല. അതാണ് ഒരു കണക്കിന് നല്ലത് അല്ലേ? ഒരു കാര്യമുണ്ട്, ബർത്ത്ഡേക്കാരി ഔട്ട് ലാസ്റ്റ്. ഗൈസേ ഇനി മെഴുകുതിരി വാങ്ങുമ്പോ നമുക്ക് വലിയ മെഴുകുതിരി വാങ്ങിയിട്ട് 4 വശത്ത് നിറച്ചും കത്തിച്ച് വെക്കാം. അപ്പൊ കേക്കിലാവില്ലല്ലോ, കുഴപ്പമില്ലല്ലോ. അപ്പൊ നോക്കിട്ട് പോയിട്ടോ നിങ്ങളൊക്കെ കേക്ക് മുറിക്കുന്നതിന്റെ മെഴുകുതിരി എടാ പൊട്ടാ, നമ്മൾ ഊതണായിരുന്നു, ഒന്നും ഇത്രയും വരില്ലായിരുന്നു. ഊതാതെ കത്തിച്ചോണ്ട് ചോക്ലേറ്റ് വേസ്റ്റ് ചെയ്തല്ലേ? ആ കുഴപ്പമില്ല, നീ എല്ലാവർക്കും കൊടുക്കാൻ വേണം, ഞങ്ങളും തരും. അമ്മച്ചീന് മോസ്റ്റ് ആയിട്ട് പങ്കന് കൊടുക്കാൻ പോവാണ്. അതാ കുഞ്ഞിപ്പങ്ങനെ മോസ്റ്റ് ആയിട്ട് ഇതാ അമ്മച്ചി കേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പങ്കന്റെ അമ്മച്ചിന്റെ അടുത്ത് മോസ്റ്റ് ആയിട്ട് അനുഗ്രഹമൊക്കെ തൊപ്പി വെച്ച് വാങ്ങുന്നുണ്ട് കുഞ്ഞ്. അതാ ഇനി അടുത്ത മമ്മ കൊടുത്തു അല്ലേ? ഇനി വാവാറ്റ കൊടുത്തേ പങ്കന് മോസ്റ്റ് ആയിട്ട്. അല്ല അമ്മച്ചി കേക്ക് എടുക്കാതെ പോകുന്നുണ്ടോ? അത് പൊറിച്ചിട്ട് തന്നാ മതി. മാറിക്ക് എനിക്ക് ഇവിടെ വേദന എടുത്തിട്ട് ഞാൻ കയറി തിരുമണോ? അടിയോ അയ്യോ കുഞ്ഞിക്കുട്ടിന് അമ്മച്ചിന് എന്ത് ഇഷ്ടം നോക്കിയേ. ഹലോ പേജ് ഇത് പിടിക്ക്, ഇങ്ങോട്ട് നിക്ക്. നിങ്ങളൊക്കെ തിരിഞ്ഞു നിന്നിട്ട് എന്തിനാണ് കൊടുക്കുന്നത്? ഒന്ന് അത് പറഞ്ഞു തരുമോ? കൊടുക്ക് പാവത്തിന്. കൈ അടക്കാന്ന് വിടുക. ഇനി ഞാൻ കൊടുക്കും. ടേസ്റ്റ് ഉണ്ട് ചോക്ലേറ്റിന്റെ. മുഴുവൻ തരാൻ കഴിക്കോ? ഇത് നാക്കും കൊണ്ടാ കൊച്ച. എന്നാ എന്തായാലും നാക്ക് നീട്ടും, പാമ്പാണേ. ആ വർഗത്തിൽ പെട്ടതാ. അപ്പൊ നമ്മള് മോസ്റ്റ് ആയിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മോസ്റ്റ് കുഞ്ഞിപ്പങ്ങനെ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി വന്ന് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഇനി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് പങ്കൻ പറയുന്നുണ്ട് പങ്ങനെ ചെറിയൊരു പാർട്ടി വേണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. അപ്പൊ അങ്ങനെ പാർട്ടി റെഡിയാക്കല്ലോ ഗായ്സ്. അപ്പൊ നമുക്ക് പാർട്ടിയിലേക്ക് കിടക്കാം ഗായ്സ്. ലെറ്റ്സ് ഗോ. അപ്പൊ മോസ്റ്റ് പാർട്ടി ഗായ്സ്. ഗായ്സ് അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ ഓൺ ദ വേ ചില്ലിങ് വൈബ് ആക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഗായ്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവമേ എനിക്ക് വൈ എന്താ പറയണത്, വായി തോന്നുന്നത് കൊതൊക്കെ വരുന്ന പറഞ്ഞല്ലോ. വൈ പറഞ്ഞ പോലെ വായിൽ വരുന്ന എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നുണ്ട്, കേൾക്കുന്നുള്ളോ? ബാക്കിൽ പറഞ്ഞുകൊണ്ടാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ആർത്ത് ഉല്ലസിച്ച് അങ്ങനെ ബർത്ത്ഡേ നല്ല സീനാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. എന്തെങ്കിലും പറയാനുണ്ട്? ആർക്കെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനുണ്ടാവില്ല എന്നാണ് ഗായ്സ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഗായ്സ് നിങ്ങളും ഞങ്ങളുടെ കൂടെ പാർട്ടി എൻജോയ് ചെയ്യണം, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യണം. എങ്കിലാണ് നമുക്കൊരു വൈബുള്ളു ഗായ്സ്. വൈബ് ഉണ്ടല്ലോ ഒരു രസമല്ലോ. ഗായ്സ് നമ്മുടെ
നമ്മുടെ പാട്ടി എന്താ പറയാ സ്വന്തം പാട്ട് ഗായ്സ് എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം ചോദിക്കരുത്. ഇതാണ് ഞങ്ങളുടെ പാർട്ടി വൈബ്. അല്ല എല്ലാവർക്കും അറിയാനുള്ള ഗായ്സ് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട കാര്യങ്ങളല്ലോ. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ ചില്ല് വൈബ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂമ്പാറ്റയായ പൈങ്കിളിയുടെ കൂടെ കേട്ടോ. പറയാനാ ഇതൊക്കെയല്ലേ ഗായ്സ് ഒരു മോസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മോസ്റ്റ് വൈബ് ചില്ലിങ് ഇൻ ദ വേൾഡ് യൂണിവേഴ്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കൂടത്തുള്ള കൂടത്തുള്ള ഇപ്പൊ നമ്മുടെ പാർട്ടി ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. കാരണം ഞങ്ങള് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഹരം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോകാൻ തോന്നില്ലല്ലോ. ഞങ്ങളങ്ങനെ പാർട്ടി ചില്ലിങ് ആക്കുവാണ്. അതെ അതെ ചില്ല് 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 വൈബ് ചില്ല് 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 ഗൈസ് ചില്ല്. നമ്മുടെ കൂടെ ചില്ലടിക്കുക ഗൈസ്. ചില്ലടിക്കണം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. അപ്പൊ നമ്മൾ ചില്ലടിക്കും. മേളം കൂടത്തുള്ള മോസ്റ്റ് ആയിട്ടാണ് പാർട്ടി കഴിഞ്ഞപ്പോഴേക്കും എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഉണ്ടോ എന്തൊക്കെയോ ആയി പോയിട്ടുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. അപ്പൊ മോസ്റ്റ് പാർട്ടി എന്തായാലും ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ മോസ്റ്റ് ആയിട്ട് ഇനി ഫുഡ് വിശക്കുന്നില്ല. പക്ഷെ മമ്മ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിക്കണം എന്നുണ്ട്. പോയി ഫുഡൊക്കെ കഴിക്കട്ടെ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പങ്കന്റെ ബർത്ത്ഡേ പാർട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വീഡിയോയിലൂടെ കാണാം കേട്ടോ ഗായ്സ്. അപ്പം നമ്മുടെ പട്ടിക്കുഞ്ഞൊക്കെ കരച്ചിലാണ്. അവർക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കണം. കുറേ പരിപാടികളുണ്ട്. ഹലോ ബ്ലേസ്. അപ്പോൾ ഗായ്സ് നമുക്ക് അടുത്ത സൂപ്പർ കൂൾ വ്ളോഗിലൂടെ കാണാം. എല്ലാവർക്കും ബൈ. വിടറാ 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 വിടറാ